അത് ചെയ്ത് കണ്ണാന്ന് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം, സുധീഷ് ചെമ്പകശ്ശേരിയാണ്. അപ്പൊ ഞാൻ എന്നുള്ളത് അരീക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് കേട്ടോ. മഴയുടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ രാവിലെ ഭയങ്കര തിരക്കിലായിരുന്നു. രാവിലെ ഒരു ഗണപതി ക്ഷേത്രത്തിലായിരുന്നു. അപ്പൊ ഇവിടെ എത്താൻ വഴുകി. അപ്പൊ ദേശീയത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇത് ഒരുപാട് ചരിത്രവും അതുപോലെ ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ വിഷ്ണു ക്ഷേത്രം. ഇത് പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് പാറശ്ശേരിയിൽ നിന്ന് ഒരു 200 മീറ്റർ ഉള്ളിലേക്കാണ് ഈ ക്ഷേത്രം. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വിഷ്ണുക്ഷേത്രം തന്നെയാണത്. അപ്പൊ ഇതിന്റെ ചരിത്രം, ഐതിഹ്യം, കാര്യങ്ങളൊക്കെ പറയാൻ നമുക്കിവിടെ ഇതിന്റെ കമ്മിറ്റിക്കാരും ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്, എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം. ഓക്കെ, ഞാൻ സുഭാസ്. ഈ അരീക്കര മഹാവിഷ്ണു ക്ഷേത്രം നേരത്തെ പറഞ്ഞതുപോലെ കോങ്ങാട് ചെറുപ്പളശ്ശേരി റൂട്ടില് കുറച്ച് ഉള്ളിലോട്ട് മാറി. കൃത്യമായി പറയുകയാണെങ്കിൽ പാറശ്ശേരി UP സ്കൂൾസ് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നടക്കാവുന്ന ദൂരത്താണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണിത്. കാലപ്രവാഹത്തില് കേരളത്തിലെ പല ക്ഷേത്രങ്ങൾക്കും വല്ലാത്ത ക്ഷതം സംഭവിക്കുണ്ടായി. അപ്രകാരം വലിയ ക്ഷതം സംഭവിച്ച ഗണത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് പാറശ്ശേരി അരീക്കര മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ക്ഷേത്രഭൂമികൾ ധാരാളം അന്യാധീനപ്പെട്ടു പോവുകയുണ്ടായി. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഊട്ടുവര, ഈ ഗോപുരവാതില്, വലിയ ആല്, ഇതൊക്കെ ഉണ്ടായിരുന്നത് ഇന്നില്ല. മാത്രമല്ല, എൻ്റെ കുട്ടിക്കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന തണ്ണീർ പന്തല്, ഇറക്കുകല്ല്, അതുപോലെ വേനൽക്കാലത്ത് പക്ഷിമൃഗാദികൾക്ക് വെള്ളം കുടിക്കാനായിട്ട് വെച്ചിരുന്ന കരിങ്കൽ തൊട്ടി എന്നിവയൊന്നും ഇന്നിവിടെ ഇല്ല. മാത്രമല്ല, ഇപ്പോ എൻ്റെ മുമ്പിൽ ഈ കാണുന്ന 500 മീറ്ററിലധികം നീളം വരുന്ന ക്ഷേത്രക്കുളത്തിലേക്കുള്ള വഴികള് അതിഭംഗിയായിട്ടുള്ള വെട്ടുകല്ലുകൊണ്ട് പടുത്ത പടവുകളോടുകൂടി ഉള്ള ക്ഷേത്രമായിരുന്നു. അതൊക്കെ ഇന്ന് നാമാവശേഷമായിട്ടുണ്ട്. ക്ഷേത്രത്തിനകത്ത് ഒരു 2-2.5 അടി ഉയരമുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. യൗവനയുക്തനായ, കോമളസ്വരൂപനായ, സുന്ദരവദനായിട്ടുള്ള മഹാവിഷ്ണു ഭക്തർക്ക് ദർശനം നൽകുന്ന രൂപത്തിലുള്ള സങ്കല്പമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പാറശ്ശേരി അരീക്കര മഹാവിഷ്ണു ക്ഷേത്രം പറയുന്നതിൻ്റെ ഒരു പിൻഭാഗത്തിലുള്ള ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ ഊരാളര് പാലിയത്തുകാരാണ്. കൊച്ചിയിൽ പാതി പാലിയം എന്നാണ് ചരിത്രം. കാരണം കൊച്ചി മഹാരാജാവിന്റെ ബന്ധുക്കളും വിശ്വസ്തരുമായിരുന്നുകൊണ്ട് അവരെക്കാളും കൂടുതൽ ഭൂസ്വത്തുള്ളവരായിരുന്നു പാലിയത്തുകാർ. തിരുവനന്തപുരം മഹാറാണി ഒരിക്കല് വിവാഹ അഭ്യർത്ഥനയായിട്ട് പാലിയത്തെ ക്ഷേത്രഗോപുരം വന്ന് മുട്ടുകയും ആ ബന്ധങ്ങൾ പിന്നീട് തിരുവനന്തപുരം സൈഡിലേക്ക് പാലിയത്തുകാരുടെ വളർച്ച വ്യാപിക്കാനും ഇടയായിട്ടുണ്ട്. കോമിയച്ചൻ 1, കോമിയച്ചൻ 2, കോമിയച്ചൻ 3 ഇത്തരത്തിലുള്ള പേരുകളാണ് ചരിത്രത്തിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് കോമിയച്ചൻ 2ാമന്റെ കാലത്തായിരിക്കണം ചെറളയം, മണക്കുളം, കോട്ടക്കൽ തുടങ്ങിയ കോവിലങ്ങളുമായിട്ടുള്ള പാലിയത്തെ ബന്ധം ആരംഭിക്കുന്നത്. അതിനുശേഷമായിരിക്കണം ഈ മധ്യ കേരളത്തിലേക്കുള്ള പാലിയത്തുകാരുടെ ശക്തി പ്രയാണങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. ഏതായാലും ഈ ക്ഷേത്രത്തിന്റെ അത്തരം കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ എന്താണ് ഈ ഭൂമി ഉണ്ടാവാൻ കാരണം എന്ന് മറ്റൊരു ഇത് നോക്കി ഞാൻ ചില ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആ കാലത്തെ ഏറ്റവും വലിയ ഭാഗവതരായിരുന്നു പാലിയത്തിൻ്റെത്. ഈ ഭൂമി, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭൂമി ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് പാലിയത്ത് രാജമണി കുഞ്ഞമ്മയുടെ പേരിലാണ്. രാജമണി കുഞ്ഞമ്മയുടെ അനിയത്തി തുളസി കുഞ്ഞമ്മയുടെ മകൾ വനജ കുഞ്ഞമ്മയാണ് ഞാൻ വിവാഹം ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ക്ഷേത്രവുമായിട്ടുള്ള എനിക്കുള്ള ബന്ധം. ഒരു 100 കൊല്ലം മുമ്പുള്ള ഈ ഭാഗത്തെ പാലിയത്തെ ഭൂമിയുടെ ചില ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു കാരണം, അതിനിടയ്ക്ക് ഞാൻ ഈ അരീക്കര ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ഞാൻ വീണ്ടും സൂചിപ്പിച്ചിട്ടാവാം ഇതിലേക്ക് പോകുന്നത്. ഈ അരീക്കര പട്ടന്മാരായിരുന്നു പാലിയത്തെ കാര്യസ്ഥന്മാര്. അവരായിരുന്നു ഇവിടുത്തെ ചുങ്കവും ഈ പാട്ടൊക്കെ പിരിക്കാൻ അവകാശപ്പെട്ടത്. ഇവർക്ക്
തൃശ്ശൂരുള്ള ഭാഗത്തും ഭട്ടന്മാരാണ് കാര്യസ്ഥന്മാര്. അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ അവർക്ക് വേണ്ട മഠങ്ങള്, വേദപാഠശാലകള്, ശ്മശാനങ്ങളൊക്കെ അന്ന് പതിച്ചു കൊടുത്ത് പാലിയത്താരാണ്. ആ ഭൂമികളൊക്കെ ഇന്നും അവിടെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 100 കൊല്ലം മുമ്പിലുള്ള ഇവിടുത്തെ ചില ഡോക്യുമെന്റ്സ് ഞാൻ കാണാനുണ്ടായി. ആ ഡോക്യുമെന്റ്സിൽ എഴുതിയിരിക്കുന്നത് ഒരു പറ നെല്ല് അല്ലെങ്കിൽ ഒരു 2 പറ നെല്ല് ഇവിടുത്തെ തിരുവോണ ഊട്ടിന് സമർപ്പിച്ചോളാം എന്നുള്ള ഒരു കരാർ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഇതെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഡോക്യുമെന്റ്സിലൊക്കെ ഇത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടുത്തെ തിരുവോണ ഊട്ട് അത്രയും പ്രസിദ്ധമായിരുന്നതാണ്. വളരെ നാമാവശേഷമായിട്ടുള്ള ശേഷത്തിന് ശേഷവും ഇപ്പൊ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഇപ്പോഴും തിരുവോണ ഊട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരിക്കണം. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധനധാന്യ ഐശ്വര്യത്തിനും വർധനവിനുമൊക്കെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും വളരെ വിശേഷമാണെന്ന് അന്ന് തൊട്ട് മനസ്സിലായിട്ടുണ്ട്. ഭൂമി ക്രയവിക്രയം നടത്തിയതിന് ഇത്തരത്തിലുള്ള വഴിപാടുകൾ തിരുവോണ ഊട്ട് നടത്താമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതൊക്കെ അതിന്റെ സുഗമമായ നടത്തിപ്പിന് വലിയ വഴിമരുന്ന് ഇട്ടിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇവിടെ ശക്തരായിട്ടുള്ള ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എൻ്റെ ഒപ്പമുണ്ട്. അവരൊക്കെ അവരുടെ ശ്രമവും നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുമായിട്ട് ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ശ്രീ എ സുബ്രഹ്മണ്യൻ, ഇവിടുത്തെ കമ്മിറ്റിയുടെ സെക്രട്ടറി, നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമതി വാസുദേവായ. ഞാൻ അരിയേക്കര അമ്പലത്തിലെ സെക്രട്ടറിയാണ്. ഈ അമ്പലത്തിൽ എടുത്തിട്ട് ഒരു 3 വർഷം ആവണേ ഉള്ളൂ. സെപ്റ്റംബറിൽ ആളിക്കാണ് 3 വർഷമാവുള്ളൂ. അതുവരേക്ക് കുറച്ചൊക്കെ ഈ സുഭാഷ് സാർ പറഞ്ഞ മാതിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളായിരുന്നു. കൊണ്ട് നടത്താനും അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ കണ്ടമാനം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് അമ്പലത്തിലൊരു ഊട്ടുവര കെട്ടി, പ്രദക്ഷിണ വഴി കെട്ടാൻ വേണ്ടി തോന്നി. അപ്പൊ ആദ്യ ഊട്ടുവരയാണ് കെട്ടിയത്. പിന്നീട് നാഗപ്രതിഷ്ഠ നടത്തണം പറഞ്ഞ 25 വർഷം മുമ്പേ നമ്മൾ എഴുതി വെച്ചുള്ള ഒരു ഇതാണ്. അത് ഇപ്പോഴാണ് കഴിഞ്ഞ വർഷത്തിലാണ് നടത്താൻ പറ്റിയത്. പുനഃപ്രതിഷ്ഠ ചെയ്യാനും നാഗത്തിനെ ഉള്ളിലായിരുന്നു, അമ്പലത്തിന്റെ ഉള്ളിലായിരുന്നു. അപ്പൊ അങ്ങനെ പല പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അത് നാഗത്തിനെ പുറത്തു വെക്കണം എന്നുള്ള ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും സഹകരിച്ച്, നാട്ടിലെല്ലാ ജനങ്ങളും സഹകരിച്ചതോടുകൂടി നമ്മളതിനെ പുറത്തു വെച്ചു. പിന്നീട് അമ്പലത്തിലെ ഒരു വാതാല ട്രസ്റ്റിന്റെ ഒരു കൂട്ടാണ്, അവരാണ് ഇതിന്റെ അമ്പലം ഒന്ന് വൃത്തിയാക്കാനും അതിന്റെ പെയിന്റിങ്ങിനുള്ള പൈസയും എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തന്നത് അവരാണ്. അപ്പൊ ആ ഒരു ഇതിൽ പോണ്ട്. പിന്നെ അമ്പലത്തിലെ പറഞ്ഞാൽ നമ്മൾ തിരുവോണോട്ട് നമ്മള് ചാർജ് എടുത്ത് അന്ന് തൊട്ട് ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല. എല്ലാ കാലങ്ങളിലും നമ്മളത് കഴിയുന്നത് നാട്ടിലെ ജനങ്ങളെല്ലാം സഹകരിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഓരോരുത്തർ സ്വന്തമായി കഴിക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടി കഴിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളിലാണ് ഇത് നടന്നു പോയിരുന്നത്. ഇപ്പോൾ ഞങ്ങള് പ്രധാനമായിട്ടും ചെയ്യണം ഇവിടുന്ന് ഇപ്പോൾ ഒരു എന്താ പറയാ പ്രദക്ഷിണ വഴിക്കല്ലും ഒരു ആനക്കൊട്ടിലും കെട്ടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിപ്പോ 10-14 ലക്ഷം രൂപയോളം ചെലവ് വരുന്നതാണ്. അതിപ്പോ നാളെ ജനങ്ങളെല്ലാം സഹകരിക്കുന്നുള്ള പ്രതീക്ഷയോടെയാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. ഞങ്ങളത് ചെയ്യാനുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇവിടെ എന്താ ഇവിടുത്തെ വഴിപാടുകൾ സാറ് പറഞ്ഞ മാതിരി തന്നെ അത് നല്ല ഇതിലാണ്. എന്ത് നമ്മളൊരു ആശിച്ച് വഴിപാട് ചെയ്താലും നമ്മൾ ആഴ്ച കാര്യം നടക്കുന്നുള്ളതാണ് ജ്യോത്സ്യന്മാരെല്ലാം പറയുന്നത്. അത് ഇതേവരെ ഒരു 99% വരെ നടന്നിട്ടുണ്ട്. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് ഭഗവാൻ വിളി കേൾക്കുന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ ജനങ്ങളെല്ലാം ഒരു സഹകരണം ചെയ്യണം. ഇന്ന് വരയ്ക്ക് എങ്ങനെയെങ്കിലും അമ്പലമായി പോയി. ഇത് ഭയങ്കര ദുരിതം പറഞ്ഞമാതിരി കടന്നു ചെയ്ത അമ്പലമാണ്. വഴി പോലും നേരാവണ്ണം ഇല്ലാത്തൊരു ഇതായിരുന്നു. ഒരു ഇതൊക്കെ നമ്മൾ ശരിയാക്കി വരുന്നുണ്ട്. ഇനിയും ഒരുപടി കാര്യങ്ങൾ ഇതിലേക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്നാട്ടിലെ എല്ലാ നല്ല നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി വീണ്ടും ഈ കാര്യങ്ങളെല്ലാം കൊണ്ടു നടത്തണമെന്ന് ആശിക്കുന്നുണ്ട്. എന്റെ പേര് രതി, ഇവിടുത്തെ സെക്രട്ടറിയുടെ മിസ്സിസ് ആണ്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തില് ഒട്ടനവധി കാലങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങള് ഇവിടുത്തെ ഭക്തജനങ്ങള് നടത്തി വരുന്നുണ്ട്. എന്താ പറയാ, തിരുവോണൂട്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. അന്നദാനത്തിനും മീത് വലിയ ദാനമില്ല എന്ന് പറഞ്ഞ പോലെ അത് ചെയ്ത് കണ്ണാന്ന് വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതെ, മനസ്സറിഞ്ഞിട്ട് ഭഗവാനെ വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇണമാല പറഞ്ഞിട്ട് അതിപ്പോ നടന്നു വരുന്നുണ്ട്. ഇണമാല കഴിച്ചാൽ വിവാഹം ഉടൻ നടക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പൊ ആ വഴിപാടിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ വിശേഷ പുഷ്പാഞ്ജലികളുണ്ട്. സ്വയംവര പുഷ്പാഞ്ജലി, ആയുഷോക്ത പുഷ്പാഞ്ജലി,
അങ്ങനെ പുഷ്പാഞ്ജലികൾ ഒരുപാട് ഇപ്പൊ നടന്നു വരുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് തിരുമേനി ഉത്സാഹത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ശാന്തി. പിന്നെ എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഏട്ടനായ മുതല് നമുക്ക് സന്തോഷവും സംതൃപ്തിയും എന്താ പറയാ അതൊക്കെ ഈ ഭഗവാന്റെ അടുത്ത് വരുമ്പോ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും അനവധി കാലങ്ങളായിട്ട് ഞാൻ ഈ അമ്പലത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതാദ്യം ഒരു ഓട്ടുവരയായിരുന്നു. പിന്നീട് രാമേന്ദ്രൻ മാഷ് പറഞ്ഞ ഒരാളെ എല്ലാ സ്ഥലത്തും പിരിച്ചും എല്ലാവരുടെ സഹകരണത്തോട് കൂടിയിട്ടാണ് ഇതിങ്ങനെ ഒരു ആയത്. അത് വളരെ ബുദ്ധിമുട്ടി. തിരുവണ്ണോട്ട് ഞാന് വിനോദം കൂടിയാണ് ഇവിടെ തുടങ്ങി വെച്ചത്. വെറും 3 കിലോ അരി കൊണ്ടാണ് തുടങ്ങി വെച്ചത്. അതിന്ന് 3 പറ 4 പറ അരിയായിട്ടുണ്ട്. ഒരു മുടക്കമില്ലാണ്ട് ഭഗവാൻ എല്ലാ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാവരും സഹായമുണ്ട്. ഇവിടെ ജനങ്ങൾ എന്ത് വിചാരിച്ചാലും ഗുരുവായൂരപ്പൻ നടത്തി തരും. അതാണ് വിശ്വാസം. വിശ്വാസം എന്നല്ല, ശരിയാണ്. അരിയേക്കര അമ്പലത്തിലെ ഇവിടെ തിരുവോണോട്ട് നടത്തുന്ന എല്ലാവർക്കും ആശിച്ച കാര്യം നടക്കുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ജനങ്ങളും അവരുടെ അവിടെ പ്രാർത്ഥനകൾ പോലെ ചെയ്തു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മനസ്സോടുകൂടി ചെയ്താൽ ആ കാര്യങ്ങൾ നടത്തി വരുമെന്നുള്ളതാണ് മുന്നേ കൂട്ടി പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്. കുറച്ചുകൂടി സുഭാഷ് പറഞ്ഞു ഇവിടുത്തെ തിരുവോണോട്ട് ഒരു കാലത്തും മുടക്കരുതെന്നാണ് ദേവപ്രസംഗത്തിലടക്കം പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഞങ്ങൾ എത്ര ബുദ്ധിമുട്ടിയാലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ചുകൊണ്ട് പോകുന്നത്. അപ്പൊ അത് ഇനിയും തുടർന്ന് പോകണം. അതിപ്പോ ഈ നാട്ടിലെ ആൾക്കാരെല്ലാം സഹായിച്ചാലേ നടക്കുള്ളൂ. എല്ലാ മാസവും നമ്മളത് മുടങ്ങാണ്ട് നടത്തി പോകുന്നുണ്ട്. അതെ, ഇപ്പൊ അമ്പലത്തിൽ രസ പൂജ എന്നുള്ള ഒരു പൂജ പുതിയതായി തുടങ്ങാൻ പോകുന്നുണ്ട്. അതെന്ന് വെച്ചാൽ അത് ഒരാൾക്ക് ഒരു കുടുംബത്തിന് 1000 രൂപയാണ്. 1000 രൂപ എന്ന് പറഞ്ഞാൽ തന്ത്രി നേരിട്ട് വന്ന് നടത്തി അവർക്ക് നേരിട്ട് ആ കുടുംബത്തിലെ എല്ലാ ആൾക്കാർക്കും നേരിട്ട് തൊഴുത് പ്രസാദം കൊടുത്ത് ചെയ്യുന്ന ഒരു ഇതാണ്. ഒരു കുടുംബത്തിലെ ആൾക്കാർക്കാണ് അത് ചെയ്യുന്നത്. ഒരു കുടുംബത്തിലാണെങ്കിൽ 10 പേർക്കും 2 ആളാച്ച 2 പേര് അങ്ങനെ ചെയ്യുന്നുള്ളതാണ്. അതിപ്പോ എല്ലാവിധ അമ്പലങ്ങളിലും എല്ലാം അത് ചെയ്തുകൊണ്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിട്ടില്ല. ഇപ്പൊ തന്ത്രിയായിട്ട് ആലോചിച്ചപ്പോൾ അവര് തന്ത്രി പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ് അമ്പലത്തിന്, ആ നാട്ടിലെ കുടുംബങ്ങൾക്കും അത് നല്ലതാണ്. പക്ഷെ അതിന് 1000 രൂപയോളം ചെലവ് വരും ഒരു കുടുംബത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണിപ്പോ ഇവിടെ ഉള്ള ഒരു പ്രധാന ഒരു പൂജ ഞങ്ങൾ തുടങ്ങാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോ തന്ത്രിയൊക്കെ വേണം, സാധാരണ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു തന്നിട്ട് മനസ്സിലാക്കി ഇവിടുത്തെ പൂജാരി പറഞ്ഞു കൊടുത്താൽ അവര് ചെയ്യുന്നുള്ളതാണ് അവര് പറയുന്നത്. അപ്പൊ എന്തായാലും അവര് അടുത്ത മാസം ഇവിടെ ഒരു പൂജ അവര് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പൂജയ്ക്ക് വരുന്ന സമയത്ത് അതിന്റെ പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെ വെച്ചാൽ അദ്ദേഹം പറഞ്ഞ് തരാന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ പൂജ അദ്ദേഹം ചെയ്യുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെയുള്ള തന്ത്രിയെ കൊണ്ടോ ഇവിടെയുള്ള പൂജാരിയെ കൊണ്ടോ നമ്മളെ ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ അമ്പലത്തില് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട്. ഭഗവാൻ വിളിച്ച വെളിപ്പെടുത്തുള്ളമാരിലാണ്. ഇപ്പൊ ഇതിനൊക്കെ ശുദ്ധികലശം കഴിച്ചു. ഇതൊന്നും പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല. പക്ഷെ അതെല്ലാം പെട്ടെന്ന് നമ്മളൊരു 2 മാസം കൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും എടുത്തുകൂട്ടി അതെല്ലാം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഈ നാഗപ്രതിഷ്ഠ അമ്പലത്തിന്റെ ഇനിയിപ്പോ ഈ ചുറ്റുമതില് ഒന്നൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ ഉണ്ട്. അമ്പലത്തില് കുറെ കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഒന്നൊന്നായിട്ട് ചെയ്യാൻ പറ്റുമോ. അമ്പലത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശം ഒരു ഇതിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾക്കാരും എന്തെല്ലാം അതിന് ചെയ്യാൻ പറ്റുമോ അത്രയും ആൾക്കാർ ചെയ്തു തന്നാൽ ഇവിടെ അത് കൊണ്ട് നമ്മളെ കഴിയുന്നിടത്ത് ഞാൻ ചെയ്ത് നടക്കുന്നുണ്ട്. ഈ 2 വർഷം 3 വർഷം കഴിയുന്നതിന് മുമ്പാണ് ഇത്രയും കാര്യങ്ങൾ നടന്നുപോയി. എന്റെ കൊണ്ടല്ല, ജനങ്ങളുടെ സഹായം കൊണ്ടാണ് നടന്നുപോയത്. അപ്പൊ നമ്മളൊരു കാരണക്കാരൻ എന്ന നിലയ്ക്ക് അത് നിൽക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അമ്പലം ഇപ്പോഴും അശുദ്ധി വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തന്ത്രി പ്രത്യേകം പറഞ്ഞത്. നമ്മുടെ അകത്ത് മുമ്പ് എന്താ അറിയില്ല, അങ്ങനെ പല ഇതാണ് പ്രേതപരിപാടികളെ മറ്റൊക്കെ ചെയ്തിട്ടാണ് അപ്പൊ നമുക്ക് ശുദ്ധിയാക്കി വെച്ചത്. നീലത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെ 5 ലക്ഷം 6 ലക്ഷം ചിലവ് വീണ്ടും അവരെ വെച്ച് ചെയ്യണം. 3 ദിവസം അടുപ്പിച്ച് ചെയ്യേണ്ട പൂജകളാണ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭഗവാന് പരമാവധി തിരുവോണോട്ട് അയകൂടെ നടത്താൻ പറ്റും. അജിത്കുമാരുടെ കുടുംബത്തിനും എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. ജ്യോത്സ്യനും പറഞ്ഞതാണ്. അപ്പൊ അവിടെ അങ്ങനെ ഇവിടെ ജ്യോത്സ്യൻ ഇവിടെ ദേവപ്രസാദം വെച്ചപ്പോൾ പറഞ്ഞത് ഭഗവാൻ ഇവിടെ ശക്തി യൗവനത്തോടു കൂടി ഇരിക്കുന്ന സദുർബാബു ആണ്. അതില് മമ്മിയൂര് ഉള്ളൊരു ഇതേമാതിരി വിഷ്ണുവിന്റെ ഇതുണ്ട്. അതേ ചൈതന്യമാണ് ഇവിടെ എന്നുള്ളതാണ്. സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള വിഗ്രഹമാണത്. അത്രയും ആ വിഗ്രഹത്തിന് യാതൊരു കേടും ഇന്നേവരെ സംഭവിച്ചിട്ടില്ല. അത്രയും യൗവനത്തോട് കൂടിയിരിക്കുന്ന ഭഗവാനാവുകൊണ്ട് എന്ത് നമ്മൾ പറഞ്ഞാലും അത് അതേ സംവിധാനത്തിൽ നമുക്ക് ചെയ്തു കിട്ടുമെന്നുള്ളതാണ് പറയുന്നത്.
ഭഗവാനെ എല്ലാവരും സഹായിച്ചാൽ നമ്മുടെ അമ്പലം നല്ല രീതിയിൽ കൊണ്ടു നടത്താനും അത് ചെയ്യാനുള്ള ധൈര്യം നമുക്ക് ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. അരീക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം മുമ്പ് അതിൽ സെക്രട്ടറി ആയിരുന്നു ഞാൻ. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏകദേശം ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിന്റെ പഴക്കമുണ്ട്. കാരണം അതിൽ വരാഹത്തിന്റെ രൂപങ്ങൾ കാണും. ഇത് കണ്ടിട്ടുള്ളത് വിജയനഗര സാമ്രാജ്യ കാലത്തുള്ള ക്ഷേത്രങ്ങളിലാണ് കണ്ടിട്ടുള്ളത്. ഇത് പാലിയത്തച്ഛന്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. മുള്ളൂർക്കര ദേവസ്വത്തിന്റെ കീഴിലുള്ള 42 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ഇത് വളരെ നല്ല രീതിയിൽ ബ്രാഹ്മണ കൂട്ടും തുടങ്ങിയ നല്ല മികച്ച കാര്യങ്ങളെല്ലാം നടന്നു വന്നിരുന്ന ക്ഷേത്രമാണെന്ന് അറിഞ്ഞിരുന്നത്. പക്ഷെ കാലത്തിന്റെ ഒരു ദൗർഭാഗ്യം കൊണ്ട് കുറച്ചു കാലം ഇത് വേണ്ട രീതിയിൽ പരിപാലനമില്ലാതെ ചില ദുർമൃതികളൊക്കെ ചെയ്യാൻ പറ്റാതെ വന്നു. പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ഇവിടെ കമ്മിറ്റി ഉണ്ടാക്കി അതിനെ ട്രസ്റ്റാക്കി രൂപീകരിച്ച് 1996 തൊട്ടിട്ട് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരികയാണ്. അത് 96 തൊട്ടിട്ട് നല്ല ക്ഷേത്രം 3 നേരം 2 നേരം പൂജകളും മറ്റുമൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ അതിന്റെ ശുദ്ധി കലശങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞ് വളരെ നല്ല രീതിയിൽ ക്ഷേത്രം മുന്നോട്ട് ഐശ്വര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രതിഷ്ഠകളുള്ളത് ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവാണ്. മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളത് ഗണപതിയാണ് ഉള്ളത്. പിന്നെ ഇവിടെ പ്രതിഷ്ഠ ഇല്ലെങ്കിൽ അരൂപമായിട്ട് ഇവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല കുറച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക രീതിയിൽ ക്ഷേത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയുള്ള നാട്ടുകാരെ വളരെ നല്ല സഹകരണമുണ്ട്. അവരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട എല്ലാ ചെലവുകളും മറ്റും എല്ലാം നാട്ടുകാർ പിരിവെടുത്തിട്ടാണ് നടത്തുന്നത്. അങ്ങനെയാണ് ക്ഷേത്രം നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിട്ടുള്ള ത്രികാല പൂജയാണ്. ത്രികാല പൂജ ഭഗവാന് 3 നേരം പൂജയ്ക്കുള്ള ഒരു കുടുംബം ഓരോരുത്തർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഇവിടെ റെസീറ്റ് ആക്കിയിട്ട് ആ പൈസ കളക്ട് ചെയ്തിട്ട് അതിന് പൂജകൾ നടത്തും. പിന്നെ പാൽപ്പായസം, പിന്നെ ഗണപതി ഹോമമുണ്ട്. വിവാഹത്തിന് എണമാല ചാർത്തുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ പുതുതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. നെയ്വിളക്ക്, പിന്നെ സാധാരണ എല്ലാ വഴിപാടുകളും മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഉള്ള വഴിപാടുകളൊക്കെ എല്ലാ വഴിപാടുകളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അരീക്കര മത്സരത്തിലേക്ക് ഗുരുവായൂരിൽ നിന്ന് ഒരു പ്രാവശ്യം സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പൈസ നമുക്ക് ഒരു പ്രദക്ഷിണ വഴിക്ക് വേണ്ടി തന്നാണ്. അവർ 50,000 രൂപയാണ് തന്നത്. അതുകൊണ്ട് നമുക്ക് തയ്യില്ല എങ്കിലും ആ ഒരു ഇതും കൂടി സഹകരണത്തോടു കൂടി ഇപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ്. പ്രദക്ഷിണ വഴി എന്തായാലും ചെയ്യും. ആനക്കോട്ടിന് അതിന് ശേഷം ചെയ്യുള്ളൂ. അതൊക്കെ നമ്മൾ ഒരുപാട് പൈസ വരാനാണ്. ഇതന്നെ ഒരു 9 ലക്ഷം ഉൾപ്പെടെ ഇതിന് വരുന്നുണ്ട്. പിന്നെ പ്രദക്ഷിണ വഴിക്ക് മാത്രമായിട്ട് ആനക്കോട്ടിൽ പറഞ്ഞാൽ ഒരു കാല് ഭഗവാന്റെ കൊണ്ട് 8 കാല് വേണം എന്നുള്ളതാണ് പറയുന്നത്. ദേവീക്ഷേത്രത്തിൽ 4 മതിയുണ്ട്. ഞങ്ങൾക്ക് 8 കാല് പറഞ്ഞ ഓരോരുത്തർ സ്പോർട്സ്മാരെ കണ്ടിട്ട് തന്നെ അത് ചെയ്യണം. അങ്ങനെ ഒരു ഇത് കൂടിയുണ്ട്. അതിന് കഴിഞ്ഞ എല്ലാ ഭക്തജനെയും സഹായങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. കഴിഞ്ഞ അഷ്ടമിരോഹിണിക്ക് എൻ്റെ മോനെയും മോളെയും മരുമോളെയും തൊഴുകാൻ വിളിച്ചിട്ട് അതിന് ആദ്യത്തെ മലർ നിവേദ്യം അവരെ കൊണ്ട് കഴിപ്പിച്ചു. അത് അടുത്ത അഷ്ടമിരോഹിണി ആകുമ്പോഴേക്ക് എനിക്കൊരു ഉണ്ണിയെ കാണണം എന്നുള്ളതില് ഭഗവാൻ അത് സാധിച്ചു തന്നു. ഇപ്പൊ എൻ്റെ മോള് പ്രഗ്നൻസി അവസാന ടൈമിലാണ്. ആ ഒരു ഇത് എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും ഭഗവാൻ സഹായിച്ചിട്ട് സാധിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്രയും അകമഴിഞ്ഞ് വിളിച്ചാൽ ഭഗവാൻ കൂടെ ഉണ്ട്. അവരിൽ നല്ല ഉറപ്പുള്ള കാര്യം ഇപ്പം അത്.